ഹലോ ഗൈസ്, കൃഷാമ്മ നമ്മുടെ ചീര കൃഷിനെ കുറിച്ച് ആർക്കെങ്കിലും പറയാൻ കഴിയുന്നുണ്ടോ? ഈ ചീര കൃഷി ഞാൻ എപ്പോഴും നനച്ചും നല്ല കൃത്യമോടെ ഞാൻ ഇത് ശേഖരിക്കുന്നുണ്ട്. ഇതിന് ഇടുന്നുണ്ട്. ഞാനാണിത് ഫുൾ കൃഷിയും ഷായച്ചൻ്റെ കൃഷിയും ഫുള്ളും ഞാൻ നനക്കുന്നത്. ഞാനാണ് ശിവപ്രിയ, ഞാനാണ് ഇത് നനക്കുന്നത് ഫുള്ളും ഞാൻ നടക്കുന്നത്. പക്ഷെ എന്നാലും ഈ ഒരു കുറവ് കണ്ടോ? ഈ പഴം നല്ല വ്യത്യസ്തമായി. ഇത് നല്ല ചീരയാണ്, നല്ല ചീര. കഴിക്കാനും പറ്റും, ആരോഗ്യത്തിന് ശക്തിയും പറ്റും. ലിഫ്റ്റിക് ഇടേണ്ട ഒരാവശ്യവും ഇല്ല. എന്ന് വെച്ചാൽ നമ്മുടെ കൃത്യമായി ഈ സ്വാഗതമില്ലേ, അത് ഇതിനെക്കുറിച്ചൊരു ഫലപ്രദമാണ്. എന്ന് വെച്ചാൽ തരത്തിൽ ഫസ്റ്റ് എടുക്കാൻ ഫുൾ കൂട്ടാൻ ഇത് ഫുൾ മതി. ഇത് മാത്രം മതി ഈ ഫുൾ കൂട്ടാൻ. എന്ന് വെച്ചാൽ നമ്മുടെ ഈ കൃഷ്ണമണിയുടെ ഈ വ്യത്യാസമായെന്ന് വെച്ചാൽ ഈ ഒരു കൃഷി മാത്രം, അല്ലാതെ ഒരു കൃഷിയും ഇതിനെ കുറിച്ചൊന്നും എടുക്കത്തില്ല എന്ന് ഞങ്ങൾക്കറിയാം. എന്ന് വെച്ചാൽ നമ്മുടെ ഇലയുടെ വെറ്റിലും അതെല്ലാം ഉറപ്പാ. അത് നമ്മുടെ കൃഷിയാണെങ്കിൽ നല്ല വ്യത്യാസമായിരിക്കണം കൂട്ടുകാരെ. അപ്പൊ നമുക്ക് സ്വാഗതം ചെയ്തായ ഷായച്ചനെ കൃഷി നിങ്ങൾ എല്ലാരും സ്വാഗതം ചെയ്യണം, വായിക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ ഈ ചീര എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയൂല. നമ്മുടെ എല്ലാ കൃഷികളും ഷായച്ചൻ ഞങ്ങളെയല്ല, ഞങ്ങളാണ് കൃഷി ചെയ്യണമെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഈ ഒരു കൃഷി ചീര ഇതെന്ന് വെച്ചാൽ ചീര എന്ന് വെച്ചാൽ ഈ ഒരു പകുതി അങ്ങ് മുറിച്ചിട്ട് അങ്ങ് ചീര അങ്ങ് തൊച്ചത്. ഓക്കെ, അപ്പൊ ഈ ഒരു ചീരങ്ങനെ തൊട്ടിട്ട് ഇങ്ങനെ അങ്ങ് വെക്കും. അതാണ്